മൂന്നാമത്തെയാണ് കണ്ടീഷൻഡ് റെസ്പോൺസ്. അതായത് ഇമിറ്റേഷനിൽ നമ്മൾ പറഞ്ഞു ഒരു കുട്ടി ഒരാളെ കാണുന്നു, അയാൾ ചെയ്യുന്നത് നോക്കുന്നു, അത് പഠിക്കുന്നു. ഇനിയാണ് നമ്മുടെ നെക്സ്റ്റ് സ്റ്റേജ് കണ്ടീഷൻഡ് റെസ്പോൺസ്. അതായത് ലേണിംഗ് ത്രൂ കണ്ടീഷൻഡ് റെസ്പോൺസ്, also known as classical conditioning, and it involves associating a neutral stimulus with a significant stimulus to elicit a specific response. അപ്പോൾ എന്താ അവിടെ പറയുന്നത്? നമ്മളിപ്പോൾ ഇത്ര നേരം നമ്മൾ പറഞ്ഞത് പ്രത്യേകിച്ചൊരു കാര്യമില്ലാതെ അത് കാണുന്നു, നോക്കുന്നു, പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പ്രത്യേക തരം സ്റ്റിമുലസ്, അല്ലെങ്കിൽ എന്താ ഇപ്പോൾ പറയുക, നമ്മൾ കുട്ടിയുടെ മുന്നിൽ കുറച്ച് ഭക്ഷണം എന്തെങ്കിലും ഒരു കുട്ടിക്ക് നമ്മളൊരു പഴമോ അല്ലെങ്കിൽ ഒരു ആപ്പിളിൻ്റെ കഷ്ണമൊക്കെ കുട്ടിയുടെ മുന്നിൽ വെച്ച് കൊടുത്തു. കുട്ടിക്ക് നല്ല വിശപ്പുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ കുട്ടീനെ നമ്മളത് കഴിപ്പിക്കാൻ വേണ്ടി അതെങ്ങനെ കഴിക്കാം, അല്ലെങ്കിൽ അതെങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, എങ്ങനെ നമുക്ക് കഴിക്കാം, അതൊക്കെ നമ്മൾ ഒരു സാധനം വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുകയാണ് അല്ലേ. അപ്പോൾ നമ്മൾ കുട്ടിയുടെ മുന്നിലേക്ക് ഒരു ആപ്പിൾ വെച്ചിട്ട് ഇതിങ്ങനെയാണ് കഴിക്കുക, നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുന്നതിനെയാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, വിശന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഡൈനിങ് ടേബിളിലേക്ക് വരണം, അവിടെ ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കണം. അതൊക്കെ എന്താണ്, നമ്മൾ കണ്ടീഷൻ ചെയ്തെടുക്കുന്ന റെസ്പോൺസുകളാണ്. ഓക്കെ, രാവിലെ നീട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ പല്ല് തേക്കണം, അപ്പോൾ ഒരാൾ നീട്ടും ഉടനെ നമ്മൾ പല്ല് തേക്കുക, കുളിക്കാനത്തെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താണ് നമ്മൾ ചെയ്യുന്നത്, കണ്ടീഷൻ ചെയ്തെടുക്കുന്ന കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ മറ്റേതെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, കുട്ടി ഒരാളെ കാണുന്നു, നോക്കുന്നു, പഠിക്കുന്നു, അത്രയേ ഉള്ളൂ. പക്ഷെ ചില കാര്യങ്ങൾ നമ്മൾ പഠിപ്പിച്ചെടുക്കില്ലേ. ഇപ്പോൾ ഒരു നായക്കുട്ടിയുടെ കേസിലാണെങ്കിലും നമ്മൾ നായക്കുട്ടിയോട് ഇപ്പോൾ എന്തെങ്കിലും ബിസ്ക്കറ്റ് പറഞ്ഞിട്ട് എടുത്തു കൊണ്ടുവരാൻ പറയുക. അങ്ങനെ നമ്മൾ മുന്നിട്ടിറങ്ങി ഒരു കാര്യം മുന്നിൽ വെച്ചിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ട്രെയിൻ ചെയ്തെടുക്കുന്നതിനെയാണ് കണ്ടീഷൻഡ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ this process, famously demonstrated by an Ivan Pavlov, shows how behaviors can be learned through repeated pairings, leading to automatic reactions to previously neutral stimuli. ഇത് സത്യം പറഞ്ഞാൽ ഈ കണ്ടീഷൻ റെസ്പോൺസ് പറയുമ്പോൾ നമുക്ക് കുറച്ച് എക്സ്പെരിമെൻറ്റ് ബേസിസിൽ പറയേണ്ടതായിട്ടുണ്ട്. ഇത് എഡ്യൂക്കേഷണൽ സൈക്കോളജിയിൽ ഇതിൻ്റെ ഡീറ്റെയിൽഡ് വേർഷൻ നമ്മൾ പഠിക്കുന്നുണ്ട് എന്തായാലും ഈ വർഷം തന്നെ. പക്ഷേ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം. അതായത് ഇവാൻ പാവ്ലോവ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ഒരു നായേനെ വെച്ചിട്ട് ഒരു എക്സ്പെരിമെൻറ്റ് കണ്ടക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. വേറൊന്നുമല്ല, എന്താണ്, ആ നായക്കുട്ടീനെ നമ്മളൊരു പ്രത്യേകം എക്സ്പെരിമെൻ്റ് സെറ്റപ്പിലൊക്കെ നിർത്തിയിട്ട് നായയ്ക്ക് വിശക്കുന്ന സമയത്ത് ഭക്ഷണം മുന്നിലേക്ക് കൊണ്ടുവയ്ക്കും. ഓക്കെ, സ്വാഭാവികമായിട്ടും വിശന്നിരിക്കുന്ന ഒരു നായയ്ക്ക് ഭക്ഷണം കിട്ടുമ്പോൾ അതിൻ്റെ വായിൽ നിന്ന് ഇങ്ങനെ വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ അത് നാച്ചുറലി നടക്കുന്നൊരു കാര്യമാണ്. നല്ല ഭക്ഷണം കാണുന്ന സമയത്ത് നായയുടെ വായിൽ വെള്ളം വരുന്നു. ഇനി ഇതേ കാര്യം ഇങ്ങനെ ആലോചിച്ചേ, നായയ്ക്ക് നല്ല വിശപ്പുണ്ട്, ഒരു മണിയടിയുടെ അല്ലെങ്കിൽ ഒരു ബെൽ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ബെല്ലിൻ്റെ സൗണ്ട് കേട്ടിട്ടുണ്ടെങ്കിൽ ഈ നായയുടെ വായിൽ വെള്ളം വരുമോ? ഈ വെള്ളം വരലും ബെൽ സൗണ്ടുമായിട്ട് ഒരു ബന്ധമില്ലാത്ത കാര്യമാണ്. ഓക്കെ, പക്ഷേ നമ്മുടെ ഈ പാവ്ലോവ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ഇതെല്ലാം പരസ്പരം കണക്ട് ചെയ്തു. അതായത് ഭക്ഷണം കണ്ടാൽ വെള്ളം വരുന്ന നായേനെ ഈ മണിയടി ശബ്ദം കേട്ടാലും വായയിലെ വെള്ളം വരുന്ന രീതിയിലേക്ക് കണ്ടീഷൻ ചെയ്തെടുത്തു. ഒന്ന് ആലോചിച്ച് നോക്കി. ഇപ്പം നമ്മളാണെങ്കിലും നല്ല വിശന്നിരിക്കുന്ന സമയത്ത് ഒരു ബിരിയാണി കിട്ടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര സന്തോഷമാണ്, വായിൽ ഭയങ്കരമായിട്ട് വെള്ളം വരും അല്ലേ. അതേപോലെ തന്നെ സെയിം സിറ്റുവേഷൻ നമ്മളൊരു മണിയടി ശബ്ദം കേട്ടാലും നമ്മുടെ വായിൽ വെള്ളം വരിക എന്നുള്ള രീതിയിൽ അദ്ദേഹം കണ്ടീഷൻ ചെയ്തെടുത്തു. അതെങ്ങനെയാണ് എന്നുള്ള ആ എക്സ്പെരിമെൻറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളിപ്പോൾ ഇതിൽ തന്നെ ലാസ്റ്റിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇതിപ്പോൾ ഇത്രയും നമ്മൾ നോക്കേണ്ട ആവശ്യമുള്ളൂ. എന്താണ്, ഏതൊരു കാര്യമാണെങ്കിലും ഒരു കുട്ടിയുടെ മനസ്സിൽ ഒരു റെസ്പോൺസ് ആണെങ്കിലും ഒരു ബിഹേവിയർ ആണെങ്കിലും എല്ലാം നമ്മൾ എന്താ പറയുക മറ്റൊരു സ്റ്റിമുലൈ കൊടുത്ത് കണ്ടീഷൻ ചെയ്തെടുക്കുകയാണ്. ഓക്കെ, അത്രയും മനസ്സിലായോ? അതായത് ഒരു കുട്ടി ഒരു കാര്യം പഠിക്കുന്നത് നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുമ്പോഴാണ്. ഓക്കെ, അപ്പോൾ എഗെയിൻ ഫസ്റ്റ് സ്റ്റേജിൽ കുട്ടി കണ്ടുപഠിക്കുന്നു, രണ്ടാമത്തെ സ്റ്റേജിൽ നമ്മൾ എന്ത് ചെയ്യാണ്, അവരെ ട്രെയിൻ ചെയ്ത് പഠിപ്പിക്കുകയാണ്.